ഹായ് ദേവിക ജി. ഹായ് ജി. നമ്മൾ വിഷുവിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം എന്താ? ഇത് മെയിൻ സാധനം അല്ലെങ്കിൽ അയ്യോ ഇതിന് ഞാൻ വീണ സാധനം ഇവിടെ മറ്റേ ഫ്ലിപ്പ് അടിച്ച മാവുമ്പോ എടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലിപ്പ് അടിച്ചില്ലേ എന്താണെങ്കിലും. ഇതാണ് ഗൈസ് നമ്മുടെ കണിക്കൊന്ന. നമ്മൾ ഇത് പൊട്ടിക്കാനാണ് വന്നിട്ടുള്ളത്. ദേവിക ജി എന്താണ് കയ്യിൽ? ഫോട്ടോഗ്രാഫറിന്റെ സ്കിൽസ് ആണ് കണ്ടത്. ഇത്ര തന്നെ കിട്ടിയത് ഭാഗ്യം. കാരണം കുറച്ച് രാവിലെ വല്യമ്മ പൊട്ടിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞു അവിടെ ഉണ്ട്, വന്നിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ കിട്ടുന്നു പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മ എന്നെ പൊട്ടിച്ചു. എന്തിട്ട് ഇതിന് പൊട്ടിക്കാൻ അറിയണോ ഒച്ചകളോട് വേണ്ടേ ചേച്ചിയെ പറയാന്ന് വല്യമ്മേരെ അടുത്ത് അമ്മ തഗ്. അപ്പൊ എനിക്ക് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. അമ്മ കൈ നിറയും കണിക്കൊന്നേമായി ഞാൻ വരുന്നു. എങ്ങനെ ഇരിക്കുന്നു? കയറി ചെല്ലുമ്പോ മയ്യ ചെയ്തുള്ള കിട്ടിയത്. അതിനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ഗായ്സ്. നമുക്ക് അമ്മയുടെ റിയാക്ഷൻ കാണാം. അതും ഉണ്ട്. ഈ ക്യാമറ ഉള്ളത് അറിയില്ല. അമ്മ ഒരു തണ്ട് കിട്ടിയിട്ടുണ്ട് നോക്കിയേ. അതെ കണ്ണ് കാണാണ്ട് സൂര്യനെ നോക്കി ഞാൻ പൊട്ടിച്ചണം. നമുക്ക് പൊട്ടിക്കാറില്ലാന്നല്ലേ? എനിക്ക് പൊട്ടിക്കാറില്ലാന്നല്ലേ? ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ നമ്മൾ പോയിട്ട് കണിക്കൊന്ന പൊട്ടിക്കുന്ന വീഡിയോ വരെയാണ് നമ്മൾ കണ്ടത്. വീഡിയോ അല്ല, ഐ മീൻ അതാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ടാസ്കുകളുണ്ട്. നാളെയാണല്ലോ വിഷു. സോ നമുക്ക് സദ്യയുടെ പരിപാടീസ് ഉണ്ട്. അപ്പോൾ തലേന്ന് ദിവസം ഉണ്ടാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. കാരണം നാളെ എല്ലാം കൂടി ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മോരുകറി അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വെജ് മിക്സ് സദ്യയാണ്. സോ നോൺ വെജിൽ ഇപ്പോൾ മീൻ കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കി വെക്കും. പിന്നെ വല്ല കാളം കുറുക്കി വെക്കണ പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ ഇന്നായിരിക്കും ചെയ്യാം. അപ്പോൾ ഞാനെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് മാങ്ങ പൊട്ടിക്കണം ഗൈസ്. മാങ്ങ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ മമ്മി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കാൻ ആകെ തന്നെ 5-10 മാങ്ങയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി പൊട്ടിക്കാൻ പോകുന്നത്. അങ്ങനെ ഗൈസ് വിഷു പരിപാടി ഇരിക്കുന്ന നാളികേരം കണ്ടു. ഇത് ഫുള്ള് എൻ്റെയും ബർത്ത്ഡേ കഠിനാധ്വാനാണ് ഗൈസ്. പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് അമ്മേനെ കാണിക്കണമെന്ന് മായ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നോൺ വെജ് മിക്സ് സദ്യയാണ്. ഇത് ചിക്കൻ, നാളേക്കുള്ള ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇത് പിന്നെ മീൻ കറിയിലേക്കൊക്കെയുള്ള പാല് കാര്യങ്ങൾ. പിന്നെ ഇത് മോരുകറി കണ്ട, മോരുകറി. ഇതിൽ കുറേ ഫാൻസ് ഉണ്ടെന്നാണ് കോളേജിൽ. പിന്നെ ഇത് ഇരിക്കുന്നു മീൻ കറി. എൻ്റെ ആ മീനൊന്നും കുത്തി പിടിച്ച് കാണിച്ചു കൊടുക്കും. ഇതിൽ മീനുണ്ട് ഗൈസ്. അങ്ങനെ അടിപൊളി ചെമ്മീൻ കറി. ഇനി ബാക്കി കറികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഓൺ ദി വേ ആയിക്കൊണ്ടിരിക്കുള്ളൂ. ഇനി വേറൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഗൈസ് പരിപാടികളൊക്കെ ഞാൻ അടുക്കളത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ പരിപാടി സെറ്റാക്കാനുണ്ട്. അതായത് കണി വയ്ക്കുന്ന സമയത്ത് തിരുവുടയാട എന്നിട്ട് സാധനമുണ്ട്. ഒരു വിശറിയുടെ പോലത്തെ ഷേപ്പിൽ ഞാൻ വേണമെങ്കിൽ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം. ആ സാധനം അത് ശരിക്കും പറഞ്ഞാൽ ക്ലോത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമ്മുടെ കണി വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ആ സംഭവങ്ങൾ ഇങ്ങനെ വെക്കുന്ന ഉരുളിയുടെ ഉള്ളിൽ വെക്കുന്ന സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇത് ഞാനിങ്ങനെ എപ്പോഴും എല്ലാ ടൈമിലും വിഷുക്കണി വെക്കുമ്പോൾ ഈ സാധനങ്ങൾ ബാക്കി വിഷു സ്റ്റാറ്റസിലും സ്റ്റോറിയിലും ആൾക്കാരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള റാൻഡം സാധനം വെച്ചിട്ട് കണി സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ടാവാറുണ്ട്, വൽക്കണ്ണടി ഇത് ഒക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് ഈ സാധനം മേജർ മിസ്റ്റേക്ക് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് എന്താ പറയുക ഒരു സാധനം അങ്ങനത്തെ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് വെറുതെ റാൻഡംലി റീല് കാണുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കണതാണ്.
അതായത് വെറുതെ ഇങ്ങനെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അതിൻ്റെ സംഭവം പഠിച്ചു. ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഒരു A4 ഷീറ്റും വേണം, പിന്നെ നമുക്കൊരു കളർ പേപ്പർ വേണം, അതായത് ഗോൾഡൻ സാധാരണ നോർമൽ കളർ പേപ്പർ. ഇത് എനിക്ക് എന്നിട്ട് 10 രൂപയ്ക്ക് 3 ഷീറ്റ് തന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം കേട്ടോ. 10 രൂപയ്ക്ക് 3 കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി കുറച്ച് ആർഭാടത്തിൽ ഉണ്ടാക്കാം. ആർഭാടം മീൻസ് കുറച്ച് ഇങ്ങനെ നല്ല വിരിഞ്ഞിരിക്കുന്ന പോലത്തെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് സാധനം. ഇതാണ് ഗോൾഡൻ പേപ്പർ. ഈ ഗോൾഡൻ പേപ്പറാണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ പേപ്പർ. ഇതിങ്ങനെ ഒരു ഡിസൈനുള്ള ഗോൾഡൻ പേപ്പർ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊരു തുണിയുടെ പോലെ തോന്നുകയും ചെയ്യും. മറ്റേ നോർമൽ ഗോൾഡൻ പേപ്പർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേപ്പറാന്ന് മനസ്സിലാവും. ഇതൊരു ഒരു തിരി വ്യത്യാസമുള്ള, പിന്നെ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ വെച്ചിട്ടാണ്. ഇത് സിമ്പിൾ സാധനമാണ്. ഈ A4 ഷീറ്റ് ശരിക്കും നമുക്ക് കുറച്ച് ഉപയോഗം മാത്രമേ A4 ഷീറ്റിൻ്റെ ഉള്ളൂ. കാരണം നമ്മൾ ഈ പേപ്പറിൻ്റെ ഈ ഒരു സൈസ് വെച്ചിട്ട്, അതായത് ഈ ഒരു തിക്നെസ് കൊടുത്തിട്ട് നമ്മളിവിടെ ഒരു കര പോലെ വെച്ച് കൊടുക്കാനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കണം. കത്രികയില്ല, അടുത്ത ടാസ്ക്. ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പണ്ട് പോകോല് മാറ്റ് എന്ന് പറഞ്ഞിട്ടൊരാളുടെ ആളുടെ ഷോക്ക് ഞാൻ കാണാറ്. അതിൻ്റെ ഉപയോഗമുള്ളവർ. പണ്ട് ഞാൻ ഒരു വർക്കും ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ വെക്കേഷനായി ഉണ്ടാകുന്നുണ്ട്. ഒരു സാധനം വരും തോര. ഇതൊക്കെ എന്ത് ചെയ്യുക? കത്രിക അസിസ്റ്റന്റ് പോയെടുത്തിട്ട് അസിസ്റ്റന്റിനെ കൊണ്ടൊരു ഗുണമല്ലേ. നമുക്ക് കൈ കൊണ്ട് കയറാം. അതേപോലെ തന്നെ ഒരു സെറ്റും കൂടി വേണ്ട. കാരണം നമുക്ക് അതേ അളവ് വെച്ചിട്ട് രണ്ടാമത്തെയും കൂടി കയറും. ഓക്കെ. ആൻഡ് അഗെയിൻ 1 more എടുക്കാം. അറ്റ് ദിസ് ടൈം ഞാൻ കത്രിക എടുത്തുകൊണ്ടു. എനിക്ക് പേപ്പർ കട്ട് ചെയ്യാൻ അറിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ കാറ്റും അതൊക്കെ ആയിട്ട് എനിക്ക് വെട്ടാൻ പറ്റുന്നില്ല. സക്സസ്ഫുൾ ആവുന്നില്ല കൈസ്. ആ കത്രികയുടെ മുറിച്ച കഴിഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ കൈ ഉപയോഗിച്ച് മുറിച്ചു ഇങ്ങനെ ആക്കി വെച്ചു. പിന്നെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ നല്ല പെർഫെക്ഷനിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം. എന്തേ പറഞ്ഞാൽ ഞാനുള്ള കയ്യിൽ കൊടുത്തിരുന്നു പിടിക്കാൻ. 3 എണ്ണമാണ് നമ്മൾ മടക്കി വെച്ചിരുന്നത്. അത് 3 എണ്ണം ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് വി ആർ ഗോണ ടേക്ക് 1 ഗോൾഡൻ പേപ്പർ. എന്നിട്ട് അതിൻ്റെ തൊള്ളയിലുണ്ടെങ്കിൽ കണ്ടില്ലേ ഗായ്സ്, കണ്ടില്ലേ ശരിക്കുള്ള സ്വഭാവം ഇതാ. ഓക്കെ. അപ്പം നമ്മൾ ഇതിവിടെ കൊണ്ടേക്കുക. ഇതൊന്നും എടുത്ത് കളയരുത്. പറ എന്ത് ചെയ്യണമെന്ന്. അതാണ് പശ ഒട്ടിക്ക് കണ്ടുകൂടെ. ഫെവിക്കോൾ എന്ന് പറഞ്ഞ സാധനം. പിന്നെ എന്നിട്ട് വല്ല ക്രീമാണോ? അല്ലല്ലോ. പശ ഗൈസ് ഇതെടുക്കുക, പശ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യേ ഇവിടെ എന്നിട്ട് കാണിക്കാൻ പോണേ. അങ്ങനെ കാണിക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. കാണിക്കരുത്. അങ്ങനെ ആരും വിചാരിക്കരുത്. ഞാൻ പശ ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പണ്ടേ ഇഷ്ടമില്ല. അങ്ങനെ കാരണം ഞാൻ കുറച്ച് പശയ്ക്ക് പകരം കുറേ പശ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു അറഞ്ചം പുറഞ്ചം മാട്ടാറുണ്ട്. നിമ്മി എന്നെ സ്പെഷ്യലി കാട്ടാറുണ്ട് മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറേ പശ എടുക്കും. അവരുടെ വിഷമം കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ചെറിയാണ്ട് കുറച്ചിറങ്ങാൻ നമ്മൾ എടുക്കുന്നു. അത് ഇവിടെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കണ്ടോ എന്താ ചെയ്യണമെന്ന്. എടുത്തിട്ട് ഏറ്റവും ഈവണായിട്ടുള്ള ഭാഗം ഏതാ നോക്കാം. ആ ഭാഗം മേലേക്ക് വരുന്ന രീതിക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കൊണ്ടുവയ്ക്കാം. അതായത് ഈ പേപ്പറിൻ്റെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പീസ് ഒട്ടിക്കേണ്ട വരും. അപ്പം അതിനാണ് നമ്മൾ എക്സ്ട്രാ ഒരു 3rd സ്ലിപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ 2 എടുത്തിട്ടാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. 2 ഗോൾഡൻ പേപ്പർ എടുത്തിട്ട് ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരൊറ്റ ഗോൾഡൻ പേപ്പറിൽ സെറ്റാക്കാവുന്ന പരിപാടിയുള്ളൂ. ഞാൻ സ്വർണ്ണം കൂടി എടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കര. ഈ കര ഞാൻ ഇനി എന്താ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
എന്താ പറയുക സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം വെച്ചിട്ട് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള 2 ലൈൻസ് 2 ഭാഗത്തിട്ട് കൊടുത്താൽ ശരിക്കും ഒരു കര പോലെ തോന്നും. അതായത് തുണിയുമ്പോൾ നമ്മൾ ബോർഡർ കൊടുക്കില്ലേ, ആ സംഭവം പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യാറുണ്ട്. നമ്മളിത് മുറിച്ച് വെച്ചിട്ടുള്ള ബാക്കി ഒരു പീസ് എടുത്തിട്ട് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കും. എത്ര വേണമെന്നുള്ളത് ആദ്യം നോക്കണേ. ഇത് കണ്ട, ഇതാണ് പീസ് ഇവിടെ ഒട്ടിക്കാനുള്ളത്. നമ്മുടെ ഈ സ്ലിപ്പ് എടുത്തിട്ട് ഞാൻ നോക്കയിൽ ഏതാ കൂറ സ്ലിപ്പ് എന്ന് ആദ്യം നോക്കണം. ഇത് തന്നെയാണ് കൂറ സ്ലിപ്പ്. അത് നമ്മളിങ്ങനെ എടുക്കും. ഇതിവിടെയാണ് നമുക്ക് വെട്ടേണ്ടത്. ഓക്കെ ഗൈസ്, ഇനി നമുക്കിത് ഒട്ടിക്കണേ. ഒട്ടിക്കാനായിട്ട് നേരത്തെ പോലത്തെ സെയിം പ്രോസസ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒട്ടിക്കാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഭാഗവും ഒരു നല്ല ക്ലിയർ ആയിട്ട് ക്ലോസ് ആയി പോകുന്ന രീതിക്ക് നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതാണ് മെയിൻ. ഓക്കെ ഗായ്സ്, ഡിസൈനർ ദേവിക അവിടെ കര ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റത് പേപ്പറാന്ന് ശരിക്കും മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ പേപ്പറാന്ന് മനസ്സിലാവില്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷെ എന്നാലും ഗൈസ്, നമ്മുടെ 2 എണ്ണത്തിൻ്റെയും ബോർഡർ പരിപാടീസ് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. ഇപ്പോൾ നമ്മൾ മടക്കാൻ പോവാണ്. മടക്കാനായിട്ട് പോകുമ്പോൾ മാറ്റി വയ്ക്കാം. ഒരു പേപ്പർ നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടാണ് അടുത്ത പേപ്പർ ചെയ്യുന്നത്. ഓക്കെ, ഈ സാധനം ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ സൂക്ഷിച്ച് കണ്ടൊക്കെ ഫോൾഡ് ചെയ്യുക. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നൈസിൽ പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരളവിൽ ഇത് മടക്കണം. കണ്ടല്ലോ. ഇനി ഇതിന് ഈ ബോർഡറിന് എത്ര വീതി ഉണ്ടോ അത്ര വീതി തന്നെ കൊടുത്തിട്ട് അത് മടക്കുക. ഓക്കെ, സെക്കൻഡ് റൗണ്ട് നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനിയുള്ളത് കുഞ്ഞായിട്ട് മടക്കി കഴിഞ്ഞാൽ നല്ല വിശറി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞാക്കിയിട്ട് മടക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നേരെ മറ്റേ ഹാഫ് എടുക്കുന്ന പോലത്തെ സെറ്റപ്പ് കേട്ടോ. ഉണ്ടാക്കാൻ സെറ്റപ്പില്ലേ, സെയിം സെറ്റപ്പിലെടുത്തു. രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കണം. നല്ല അടുത്ത് പിടിച്ചിട്ട് ഉള്ളിലായിട്ട് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ ഇങ്ങനെ സ്റ്റേപ്ലർ ചെയ്തു. അപ്പോൾ അതിങ്ങനെ ഇത് കണ്ട, ഈ സാധനം ഇവിടെ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഇത് സക്സസ്ഫുള്ളി ചെയ്തിരിക്കുന്നു ഗൈസ്. ഒരു വിശറിയായി. നമ്മളിനി ഈ വിശറീനെ ഇവിടെ വെച്ചിട്ട് ഇതും കൂടെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വിശറിയിട്ട് കിട്ടും. ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ സാധനം. കണ്ട, ഇവിടെ ഇങ്ങനെ ബോർഡർ പോലത്തെ സാധനം 2 ഭാഗത്ത് വരും. ആൻഡ് ഇങ്ങനെ 2 സെറ്റ് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരെണ്ണം ഹൈറ്റ് കുറച്ചിട്ടും ഒരെണ്ണം ഹൈറ്റ് കൂടിയിട്ടും. എനിക്ക് തോന്നി അതാണ് കുറച്ചും കൂടി ഒരു വൃത്തിയെന്ന്. അതുകൊണ്ട് കിച്ചണിലത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നാളേക്കുള്ള ക്യാബേജിന് അരിഞ്ഞു വെച്ചു. പിന്നെ സവോളൊക്കെ സാമ്പാർ സംഭവങ്ങൾക്കൊക്കെ ഉള്ള സംഭവങ്ങൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വിഷുക്കണി ലുക്ക്. ഈ ഫോട്ടോ കണ്ട, ഇതമ്മ പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലേ വരച്ചിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത്ര ഫ്രഷ് ആയിട്ടുള്ള കണിക്കൊന്നും നമുക്ക് കടയിലൊക്കെ കിട്ടുന്നതാണ്. അതല്ലാണ്ട് ഒറിജിനൽ ഇന്ന് രാവിലെ ഞാൻ സാഹസികമായി പൊട്ടിച്ച് ഓർമ്മയുണ്ടോ അതിൻ്റെ രൂപം നോക്കി. സോ സാഡ് ആൻഡ് ലുക്ക് അറ്റ് ബ്യൂട്ടിഫുൾ കൃഷ്ണ. സുന്ദരം തന്നെ കണ്ടോ, അടിപൊളി ആക്ച്വലി ഗൈസ്. പിന്നെ അതെ നമ്മൾ മറ്റേ ഉണ്ടാക്കിയ വിശറി സാധനം ആൻഡ് വൽക്കണ്ണാടി, പിന്നെ അതെ എല്ലാവിധ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ അതെ നമ്മുടെ കൊടിവിളക്ക്, നിലവിളക്ക്, ശംഖ്, പൈസ, ഐ മീൻ കൈനീട്ടം തരേണ്ട പൈസ, ഗോൾഡ്, ഒരു എന്താ പറയുക കോടിമുണ്ട്. അങ്ങനെ നമ്മുടെ ഫുൾ വിഷുക്കണി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഏപ്രിൽ 14 വിഷുവാണ് ഗൈസ്. നമുക്ക് വിഷുക്കണി കാണാം. പുലർക്കാലേ പാടി കുഴലൂതേ കിലുച്ചേലേ എന്നു കിലുങ്ങും
എന്തൊക്കെ സംഭവങ്ങളാണെന്ന് കാണിച്ചു തരുന്നത്. കുത്തലിശ്ശേരി, ക്യാബേജ് തോരൻ, ഇതിവിടെ ബീട്രൂട്ട് പച്ചടിക്കുള്ള സംഭവങ്ങൾ. അതിൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ വിഷുക്കട്ടയുടെ പരിപാടി തുടങ്ങി. വിഷുക്കട്ട എന്ന് പറയും, വിഷുക്കഞ്ഞി എന്ന് പറയും. അത് ഓരോ ഫോമിൽ വ്യത്യാസം വരുമ്പോഴാട്ടെ. ഇതിങ്ങനെ കട്ട ഫോമിലായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ട് നമ്മളിതിനെ വിഷുക്കട്ട എന്ന് പറയുന്നു. എല്ലാവരും നോക്കി ഗൈസ്, ഞങ്ങൾക്ക് ഭദ്ര കോൾഡ് കോഫി ഉണ്ടാക്കി തന്നു. എന്ത് സർ ഷെഫ്. ഷെഫ് ഇത് കുടിക്കാൻ കൊള്ളില്ലേ? ഷെഫിൻ്റെ ഈ അമിത ആവേശം കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. ഓക്കെ